വർഷം 2050. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം ന്യൂയോർക്കിലോ ലണ്ടനിലോ അല്ല, മറിച്ച് അത് ഏഷ്യയിലെ ഒരു നഗരമായി മാറുന്നു. അമേരിക്കയുടെ ഡോളറിന് പകരം ലോകം മറ്റൊരു കറൻസിയെ ഉറ്റുനോക്കുന്നു. യൂറോപ്പിലെ വമ്പൻ ശക്തികളായ ജർമ്മനിയും ഫ്രാൻസും വെറും കാഴ്ചക്കാരായി മാറുന്ന ഒരു പുതിയ ലോകക്രമം. ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ കഥയൊന്നുമല്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്സ്മാൻ സാച്സ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിലെ നടുക്കുന്ന സത്യങ്ങളാണ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ആഗോള സാമ്പത്തിക ഭൂപടം ആകെ മാറി മറിയാൻ പോവുകയാണ്. അതിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇന്ത്യ. അതെ, ഭാരതം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് മാത്രമല്ല, അമേരിക്കയെ പോലും വിറപ്പിക്കുന്ന വളർച്ചയിലേക്ക് കുതിക്കുമെന്ന് ഈ റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. എങ്ങനെയാണ് ഇന്ത്യ ഈ മാന്ത്രിക നേട്ടം കൈവരിക്കാൻ പോകുന്നത്? ചൈനയെ പിന്തള്ളി ഇന്ത്യ ഒന്നാമതെത്തുമോ? എന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ പേടിയോടെയും ബഹുമാനത്തോടെയും നോക്കുന്നത്? ആഗോള സാമ്പത്തിക ക്രമത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ വൻ അഴിച്ചുപണിയെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാണ് ഈ പ്രവചനം നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗോൾഡ്സ്മാൻ സാച്സ് വെറും ഒരു ബാങ്ക് അല്ല, ലോകത്തെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ലോകത്തെ വലിയ രാജ്യങ്ങളുടെ നയരൂപീകരണത്തിൽ പോലും ഇവരുടെ റിപ്പോർട്ടുകൾ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. അവരുടെ ദ പാത്ത് ടു 2075 എന്ന പഠന റിപ്പോർട്ടിലാണ് ലോകം ഞെട്ടുന്ന ഈ വിവരങ്ങളുള്ളത്. അവരുടെ കണ്ടെത്തൽ പ്രകാരം ലോകത്തിന്റെ ഇക്കണോമിക് ഗ്രാവിറ്റി അഥവാ സാമ്പത്തിക ഗുരുത്വാകർഷണ കേന്ദ്രം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്ക്, അതായത് നമ്മുടെ ഏഷ്യയിലേക്ക് മാറാൻ പോവുകയാണ്. 2050 ആകുമ്പോഴേക്കും ഏഷ്യയിലെ വളർന്നു വരുന്ന രാജ്യങ്ങൾ മാത്രം ലോക സമ്പത്തിന്റെ 40% കൈക്കലാക്കും. ഇത് ഏകദേശം $90.6 ട്രില്യൺ തുല്യമാണ്. ഒരു കാലത്ത് ലോകത്തിന്റെ വർക്ക്ഷോപ്പായി മാത്രം കണ്ടിരുന്ന ഏഷ്യ ഇനി ലോകത്തിന്റെ ബോസ് ആയി മാറാൻ പോവുകയാണ്. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് 3 പ്രധാന രാജ്യങ്ങളാണ്: ചൈന, ഇന്ത്യ, പിന്നെ ഇന്തോനേഷ്യ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ റിപ്പോർട്ട് നൽകുന്ന ആവേശം ചെറുതൊന്നുമല്ല. 2050 ഇന്ത്യയുടെ GDP $22.2 ട്രില്യൺ എത്തുമെന്നാണ് പ്രവചനം. ഇത് ജപ്പാനെയും ജർമ്മനിയെയും ബഹുദൂരം പിന്നിലാക്കുന്ന കുതിപ്പാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്? ഇന്ത്യയുടെ ഈ അശ്വമേധത്തിന് പിന്നിൽ 5 പ്രധാന ഘടകങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. യൂറോപ്പും ചൈനയും ജപ്പാനും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വാർദ്ധക്യമാണ്. അവിടെ ജനസംഖ്യ കുറയുന്നു, ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ വരുന്നു. എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ നേരെ തിരിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജനതയുള്ള രാജ്യം ഇന്ത്യയാണ്. വരും വർഷങ്ങളിൽ കോടിക്കണക്കിന് യുവാക്കളാണ് ഇന്ത്യയുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കാനായി പോകുന്നത്. ജോലി ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഉൽപാദനവും കൂടും, വരുമാനവും കൂടും, രാജ്യം വളരും. ഈ ഒരു യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ധനം. അടുത്ത 20 വർഷം ഇന്ത്യയുടെ ഗോൾഡൻ പീരീഡ് ആയിരിക്കും. ഇത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ത്യ ഇന്ന് വെറും ഒരു സേവന മേഖലയുമല്ല. IT രംഗത്തെ നമ്മുടെ ആധിപത്യത്തിന് പുറമെ ഡിജിറ്റൽ പേയ്മെന്റ്, ബഹിരാകാശ ഗവേഷണം, ഗ്രീൻ എനർജി എന്നിവയിൽ ഇന്ത്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ന് അമേരിക്കയെക്കാളും ഒക്കെ വികസിതവുമാണ്. ചായക്കടക്കാരൻ മുതൽ കോടീശ്വരൻ വരെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന ഇന്ത്യയുടെ ഈ ഒരു മാറ്റം ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ചൈനയിൽ നിന്നും കമ്പനികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഇന്ത്യയാണ്. ആപ്പിൾ ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കുന്നു. ടെസ്ല ഇന്ത്യയിലേക്ക് വരാനായി ഒരുങ്ങുന്നു. മൈക്രോ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ലോകത്തെ 2ാമത്തെ വലിയ ഉൽപാദക കേന്ദ്രമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. നൂതന ഇലക്ട്രോണിക്സ് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ എല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായ റോഡ്, റെയിൽവേ, വിമാനത്താവള വികസനം എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വന്ദേ ഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന പാലങ്ങൾ, ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണ് സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല്. ഗതാഗതം സുഗമമാകുമ്പോൾ വ്യാപാരം വർദ്ധിക്കുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങൾ അതിവേഗം നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ നഗരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പുതിയ ജോലി സാധ്യതകളും ഉണ്ടാവുകയാണ്. ആളുകളുടെ ജീവിത നിലവാരം ഉയരുന്നു. ആളുകൾക്ക് വരുമാനം കൂടുമ്പോൾ അവർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. ഇത് ഇന്ത്യൻ വിപണിയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയാക്കി മാറ്റുന്നു. ഇനി നമുക്ക് 2050 ആ പവർ ലിസ്റ്റ് ഒന്ന് വിശകലനം ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഗോൾഡ്സ്മാൻ സാച്ചിന്റെ പ്രവചന പ്രകാരം ലോകത്തെ ആദ്യ 10 രാജ്യങ്ങൾ ഇവരായിരിക്കും. ഒന്നാമത് ചൈന, 41.9 ട്രില്യൺ. 2 അമേരിക്ക, 37.2 ട്രില്യൺ. 3 ഇന്ത്യ, 22.2 ട്രില്യൺ. 4 ഇന്തോനേഷ്യ, 10.5 ട്രില്യൺ. ജർമ്മനി 9.4 ട്രില്യൺ. ജപ്പാൻ 9.2 ട്രില്യൺ. UK 7.6 ട്രില്യൺ. ബ്രസീൽ 7.1 ട്രില്യൺ. ഫ്രാൻസ് 6.5 ട്രില്യൺ. റഷ്യ ആണ് അടുത്തത്. ചില ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അമേരിക്ക 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയാണ്. യൂറോപ്പിലെ വമ്പന്മാരെല്ലാം താഴേക്ക് പോവുകയാണ്.
ഇന്ത്യ 3-ാം സ്ഥാനത്ത് ശക്തമായി നിലയുറപ്പിക്കുകയാണ്. ചൈന ഒന്നാമതെത്തുമെങ്കിലും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ചൈനയേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് പഠനം പറയുന്നത്. കാരണം ചൈനയുടെ ജനസംഖ്യ കുറയുകയാണ്, അവരുടെ ലേബർ കോസ്റ്റ് കൂടുകയാണ്. എന്നാൽ ഇന്ത്യയിൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അടുത്ത 50 വർഷം ഇന്ത്യയുടെ വളർച്ചാ ഗ്രാഫ് മുകളിലേക്ക് തന്നെയായിരിക്കും. ഈ മാറ്റം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. വികസിതമല്ലാത്ത ഏഷ്യ എന്ന് നമ്മൾ വിളിച്ചിരുന്ന രാജ്യങ്ങൾ ഇന്ന് ലോകത്തിന്റെ എനർജിയായി മാറുകയാണ്, അല്ലെങ്കിൽ എഞ്ചിനായി മാറുകയാണ്. ഇന്തോനേഷ്യ നോക്കൂ, അവർ ലോകത്തിലെ 4ാമത്തെ ശക്തിയായി മാറും. വിയറ്റ്നാം, തായ്ലൻഡ്, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ മാനുഫാക്ചറിംഗ് രംഗത്ത് ചൈനയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ലോകത്തിലെ മൊത്തം ഉൽപാദനത്തിന്റെ 40% ഏഷ്യയിൽ നിന്നാകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സ്വാധീനം സ്വാഭാവികമായിട്ടും കുറയും. ഐക്യരാഷ്ട്രസഭയിലും വേൾഡ് ബാങ്കിലും IMF-ലും ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. ലോകത്തെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങൾ ഈ ഡൽഹിയിലും ബീജിംഗിലും ജക്കാർത്തയിലും വെച്ച് എടുക്കപ്പെടും. നമ്മുടെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും? റിപ്പോർട്ട് പ്രകാരം സൗദി അറേബ്യ 13ാം സ്ഥാനത്തേക്ക് ഉയരും. എണ്ണയ്ക്ക് പകരം വിനോദസഞ്ചാരവും സാങ്കേതിക വിദ്യയൊക്കെ അടിസ്ഥാനമാക്കി അവർ നടത്തുന്ന മാറ്റങ്ങൾ അഥവാ വിഷൻ 2030 അതിനെ സഹായിക്കും. അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്ന് നൈജീരിയയും ഈജിപ്തും വലിയ മുന്നേറ്റവും നടത്തും. നൈജീരിയ ലോകത്തിലെ ആദ്യ 15 രാജ്യങ്ങളിൽ ഇടം പിടിക്കും. പാകിസ്ഥാൻ ആകട്ടെ 16ാം സ്ഥാനത്തെത്തുമെന്നും പ്രവചനമുണ്ട്. ലോകത്തിന്റെ സമ്പത്ത് വെളുത്ത വർഗ്ഗക്കാരുടെ കൈകളിൽ നിന്നും മാറി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ സൂചനയാണിത്. എല്ലാം കേൾക്കാൻ നല്ല സുഖമുണ്ട് അല്ലെ? ഇന്ത്യ ലോകശക്തിയാകുന്നു, നമ്മുടെ പണം വർദ്ധിക്കുന്നു. പക്ഷെ ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ചില വെല്ലുവിളികൾ കൂടി നമ്മൾ മറികടക്കേണ്ടതുണ്ട്. അതായത് ഗോൾഡ്മാൻ സാക്സ് വെറുതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയല്ല ചെയ്തത്, അവർ ചില നിബന്ധനകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി അതെന്താണെന്ന് ഞാൻ വിശദമാക്കി തരാം. ഇന്ത്യ അതിവേഗം വളരുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കാതെ നോക്കണം. കൽക്കരിക്ക് പകരം സൗരോർജ്ജത്തിലേക്കും ഹൈഡ്രജനിലേക്കും മാറുന്നത് ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും അതേസമയം വലിയ അവസരവുമാണ്. നമ്മുടെ കയ്യിൽ കോടിക്കണക്കിന് യുവാക്കളുണ്ട്, പക്ഷെ അവർക്ക് ശരിയായ വിദ്യാഭ്യാസവും തൊഴിൽ നൈപുണ്യവും ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ യുവശക്തി ഒരു ബാധ്യതയായി മാറും. IT-യിൽ മാത്രമല്ല, ഹൈടെക് മാനുഫാക്ചറിംഗിലും നമ്മൾ കഴിവ് തെളിയിക്കണം. വിദേശ നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ ഇവിടെ സമാധാനവും സ്ഥിരതയുമുള്ള നിയമങ്ങളും ഉണ്ടാകണം. അഴിമതിയും ഭരണപരമായ കാലതാമസവും ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ $22 ട്രില്യൺ ലക്ഷ്യം നമുക്ക് കൈവരിക്കാൻ കഴിയൂ. രാജ്യം വളരുമ്പോൾ അതിന്റെ ഗുണം പാവപ്പെട്ടവരിലേക്കും എത്തണം. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, രാജ്യത്തിന് $22 ട്രില്യൺ ഉണ്ടായാൽ എനിക്ക് എന്താണ് ഗുണമെന്ന്. അതിന്റെ ഗുണം വളരെ വളരെ വലുതാണ്. അതായത് രാജ്യം വികസിതമാകുമ്പോൾ ആളുകളുടെ ശരാശരി വരുമാനം പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും. മെച്ചപ്പെട്ട റോഡുകൾ, മികച്ച ആശുപത്രികൾ, ലോകോത്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിന് പകരം വിദേശികൾ ഇന്ത്യയിലേക്ക് ജോലി തേടി വരുന്നൊരു കാലമുണ്ടാകും. രൂപയുടെ മൂല്യം വർദ്ധിക്കുമ്പോൾ വിദേശ യാത്രകളും വിദേശ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് തന്നെ ലഭ്യമാകും. ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകുമ്പോൾ അത് ഓരോ പൗരന്റെയും ജീവിത നിലവാരത്തിൽ പ്രതിഫലിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ചരിത്രപരമായ ഒരു മാറ്റത്തിന്റെ നടുവിലാണ്. 18ാം നൂറ്റാണ്ടിന് മുമ്പ് ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രം ഭാരതമായിരുന്നു. ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മൾ തിരിച്ചെത്താൻ ഇനി വെറും 1/4 നൂറ്റാണ്ട് മാത്രമേ ഉള്ളൂ. 2050-ലെ ഇന്ത്യ എന്നത് വെറും ഒരു സ്വപ്നമല്ല, മറിച്ച് വസ്തുതകളുടെയും കൃത്യമായ കണക്കുകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രവചനമാണ്. ലോകത്തെ നയിക്കുന്ന, ലോകത്തിന് വഴി കാണിക്കുന്ന ഒരു സൂപ്പർ പവറായി നമ്മുടെ രാജ്യം മാറാൻ പോവുകയാണ്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കുചേരണം. കഠിനാധ്വാനവും കൃത്യമായ കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ വിശ്വഗുരു എന്ന പദവിയൊക്കെ ഇന്ത്യക്ക് അലങ്കാരമാകും. ഇന്ത്യയുടെ ഈ കുതിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ഇപ്പോൾ കരുതുന്നത്? 2050-ൽ ഇന്ത്യ അമേരിക്കയും ചൈനയും മറികടന്ന് ഒന്നാമതെത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.